അപ്പോൾ ഞാൻ ഇന്നുള്ളത് ബാലരാമപുരം കൽപ്പടിയിലാണ്. കൽപ്പടിയിൽ ഇത് അടിപൊളി ചേട്ടാ, സെറ്റ് സ്ഥലം. കൂടുതലും വന്ന സീരിയൽ ഷൂട്ടൊക്കെയാണ്. അപ്പോൾ സീരിയൽ ഷൂട്ടൊക്കെ വരുമ്പോൾ അവർക്ക് സ്റ്റേക്ക് വേണ്ടി ഇവിടെ സ്റ്റേ ചെയ്യാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കല്യാണം ബുക്ക് ചെയ്ത് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ സ്ഥലങ്ങളെല്ലാം ഫോട്ടോ ഏരിയ നിങ്ങൾക്ക് ഫോട്ടോ ഫ്രീ ആയിട്ട് എടുക്കാം. അതർവൈസ് നിങ്ങൾ ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം പർപ്പസ്ഫുള്ളി വരണമെങ്കിൽ അകത്ത് ഫോട്ടോ എടുക്കാൻ പെയ്ഡാണ്, പൈസ കൊടുത്ത് തന്നെ എടുക്കേണ്ടി വരും. കുറച്ച് അവിടെ നിന്ന് നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ശിവനും പാർവതിയും ശിവലിംഗമുണ്ട് ഇവിടെ കൂടി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി അടുത്ത ഏരിയ. ഇവിടെയും ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ. നമ്മുടെ ബാലരാമപുരത്ത് നിന്ന് ഇവിടെ വരാൻ, കൽപ്പടിയിൽ വരാൻ 1.6 കിലോമീറ്റർ അടുപ്പിച്ച് ദൂരമേ ഉള്ളൂ. പബ്ലിക് പ്രോപ്പർട്ടി അല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ ബുക്കിംഗ് ചെയ്ത് വരാൻ ബുക്കിംഗ് ചെയ്യേണ്ട നമ്പർ ഞാൻ എൻ്റെ വീഡിയോയിൽ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ നടന്നൊക്കെ കയറാൻ പറ്റിയ പടികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൊള്ളാം കേട്ടോ കാണാൻ. ഫോർട്ടിൻ്റെ ഒരു ഫീൽ കിട്ടും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ. ഇത് നടന്നു വന്നപ്പോൾ ഒരു അമ്മിക്കല്ല് ഒക്കെ നടന്നു പോകാം വേണ്ട. നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഞാൻ ഗപ്പിയാണെന്ന് തോന്നുന്നു കേട്ടോ. വലിയ ശംഖ് ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ ഒരു എൻട്രി പോലും. 2 വീലറും 4 വീലറിനും രണ്ടിനും പാർക്കിംഗ് ഉണ്ട്, നല്ല പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഫുള്ള് ഫോട്ടോസ് എടുക്കാനുള്ള ഏരിയ ആണ്. നടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം സർവമണ്ഡലം എന്ന് വെച്ചിട്ടുള്ള ഈ ഒരു എഴുതിച്ചേക്കുന്ന ഈ ഒരു സംഭവം കാണാം. ബുദ്ധയൊക്കെ ഉണ്ട്, എവല്യൂഷൻ കാണിച്ചിട്ടുണ്ട് വോളിൻ്റെ അകത്ത്. നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഫുള്ള് നമ്മൾ കല്യാണ വെഡിങ് ഷൂട്ട് അടിപൊളി വിഷ്വൽസ് എടുക്കാൻ പറ്റട്ടെ. ഇവിടെ സൂര്യ നമസ്കാരനായിട്ടുണ്ട് ഒരു തുളസി തറ കൊള്ളാമല്ലേ കാണാൻ. ഇതാണ് ഹോൾ, ഇതാണ് ഇവിടുത്തെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം. വെഡ്ഡിങ് റിസപ്ഷൻസ് അല്ലേ, അതിന് കൂടുതൽ സ്പേസ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പടി നടന്നു വരുമ്പോഴും ഇതേപോലത്തെ ആർട്ട് വർക്ക് കാണാൻ പറ്റും 2 സൈഡും. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകാൻ കണ്ടോ. സെറ്റ് ഏരിയയിൽ നിന്ന് വന്ന് താഴോട്ട് ഇറങ്ങി ഈ 4 കെട്ടിൻ്റെ ഇടയ്ക്കൊക്കെ വരില്ലേ വെള്ളം, മഴ പെയ്യുമ്പോൾ വെള്ളം വീഴുമ്പോൾ അടിപൊളിയായും കാണാൻ. മഴയത്തൊക്കെ സെറ്റായിരിക്കും ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ. ക്ലാച്ചി ലുക്ക് പോലത്തെ സംഭവം കൊള്ളാം. നമ്മളെ വെഡ്ഡിങ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ ഇവിടെ വന്നതൊക്കെ ഫുൾ കോംബോ ആണ്. പല ആർട്ട് വർക്കാണ്. ഈ ചുമര് ഫുൾ അങ്ങ് അറ്റം വരെ എല്ലാ അറ്റത്തും ആർട്ട് വർക്കുണ്ട്. സിറ്റിംഗ് സ്പേസ് തടി പോലെയല്ല, തടി തന്നെയാണ്. ഇത് ഇവിടെയുണ്ട് ഒരു സിറ്റിംഗ് സ്പേസ്. ചെറിയ മീറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്പേസാണ് ഈ ഒരു സ്പേസ്. സൂപ്പർ. ഇതും വേറൊരു സ്പോട്ടാണ്. ഷൂട്ടിംഗ് പർപ്പസ് തന്നെയാണ് ഇവിടെ മെയിൻ. ഇങ്ങനെ കയറി അടിപൊളിയല്ലേ. ഇത് അടിപൊളി ചേട്ടാ, അടിപൊളിയാണ് കേട്ടാ കാണാൻ. ജിഷ്ണു ഇത് കണ്ടോടാ, സിംഹം. മുകളിലോട്ടൊക്കെ കയറി പോകാൻ പറ്റും കേട്ടോ. ഇത് ഇവിടെ ഉണ്ട് ഒരു സ്കൾപ്ചർ. ഇവിടെ അങ്ങോട്ടൊക്കെ നടന്നു പോകാം, പക്ഷെ നമുക്ക് താഴോട്ട് ഇങ്ങനെ നോക്കിയിട്ട് വരാം. പക്ഷെ എന്തായാലും അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ഇറങ്ങിപ്പോൾ ലൈഫ് ബിഗിൻസ് വെയർ ഫിയർ എൻഡ്സ്. ഓഷോ വാട്ടർ ഫോൾസ് സംഭവമുണ്ട്. നമ്മൾ ബുദ്ധൻ ഇരിക്കുന്ന സ്കൾപ്ചറെല്ലാം കണ്ടുള്ളൂ, ബുദ്ധൻ കിടക്കുന്ന സ്കൾപ്ചർ കണ്ടിട്ടുള്ളല്ലോ. ഞാൻ ബുദ്ധൻ കിടക്കുന്ന സ്കൾപ്ചർ ഇവിടെ ഒരു ഫേസ് പോലെ കൊള്ളാമല്ലേ. ഇത് വള്ളിയൊക്കെ പടർന്ന് കയറുന്ന പോലെ ചെറിയ ഒറിജിനല്ല. ആടിപ്പൊളി വെള്ളച്ചാട്ടം. എങ്ങനെയാണോടാ കൂടെയൊക്കെ ഇറങ്ങി ഇതൊക്കെ സ്റ്റേ ഏരിയ ആണ് കേട്ടോ. അത് ഈ റൂംസൊക്കെ സ്റ്റേ ചെയ്യാനുള്ള റൂംസാണ്. ബാലരാമപുരം കൽപ്പടിയിൽ നിന്നും ജിഷ്ണുവിനൊപ്പം ഞാൻ നിങ്ങൾ സ്വന്തം മഗ്നശ്രീ സൈനിങ് ഓഫ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതൊക്കെ ടാറ്റാ ബൈ ബൈ. നല്ല സ്പോട്ടാണ് കേട്ടോ അത്.